வணக்கம் மக்களே, வெல்கம் டு தி சேனல். நான் அஸ்வினி பிரபாகர். இன்னைக்கு நம்ம கூட அக்கா ஸ்வத்தி பிரபாகர் ஜாயின் பண்ணியிருக்காங்க. வணக்கம். ஹலோ. பார்ட் 1 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்காதவங்களுக்கு டிஸ்கிரிப்ஷன் லிங்க் கொடுத்துருக்கேன், போய் பாருங்க. இப்போ நம்ம பார்ட் 2க்குள்ள போயிடலாம். போயிடலாமாக்கா? எஸ். ആ സമയത്താണ് അയാൾ അഗസ്തികൂടം നോക്കിക്കൊണ്ടുവന്നത്. അഗസ്തികൂടല്ല, അസ്ഥികൂടം. ആ എന്തുകൂടാതിലാവട്ടെ, എന്തായാലും ചെയ്തത് ശരിയായില്ല. എന്താ അസ്ഥികൂടം പൊക്കിക്കൊണ്ടുവന്നതാ? അതല്ല, ഇനി അസ്ഥികൂടത്തിന് മറുപടി പറയേണ്ടി വരുമെന്ന് എന്റെ പേടി. അസ്ഥികൂടം ഒന്നും ചോദിച്ചില്ലല്ലോ. ഓ, എന്തൊക്കെയാണെങ്കിലും മണവാളൻ ഒരുപാട് കാശ് ഒന്ന് സഹായിച്ചതാ. അയാളെ കൊണ്ടേ കുഴപ്പത്തിൽ ചാടിക്കരുതായിരുന്നു. അയ്യോ, അയാളല്ല ചാടിയത്, കൂടെ ഉണ്ടായ പോലീസുകാരനാ. ഈ വൃത്തികെട്ട ശബ്ദം ഞാൻ എവിടെയോ കേട്ടു. വൃത്തികെട്ട ശബ്ദം. മാമുണ്ണിയായിരുന്നോ? ഇത് എവിടെയായിരുന്നു സാർ ഇത്ര നേരം? നീ തപ്പാ തല ബാക്കിയൊന്നുമില്ല. നീ പോലീസ് സ്റ്റേഷൻ തപ്പിയാ? ഇല്ലല്ല. ഞങ്ങൾ അവിടെയായിരുന്നു. നീ എങ്ങനെ അറിയാനാണ്? ഫയർഫോഴ്സുകാർ വന്ന് കാശ് ചോദിച്ചപ്പോ നീ വിദഗ്ധമായിട്ട് മുങ്ങിയില്ലേ? നാട്ടുകാര് ഫയർഫോഴ്സിനെ പറ്റിച്ച കുറ്റത്തിന് പോലീസ് ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് ഒടുവിൽ അമിതാഭ് ബച്ചൻ ഉണ്ടല്ലോ, ജിജേന്ദ്രന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് പേര അടുത്തിട്ടാ പോലീസുകാരെ ഞങ്ങൾ വെറുതെ വിട്ടത്. സർ, ടൈം ഈസ് ഓവർ. മേരെ പൈസ ചലത്തെ ഇയാളൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്തേ. കാശിന്റെ കാര്യം ഒന്നേ. എത്രയാ? 23,330 രൂപ. 23,000. കാശൊക്കെ കറക്റ്റാ. കണക്കിന്റെ കാര്യത്തിൽ ഈ ഷാരൂഖ് ഖാൻ ഉണ്ടല്ലോ. അയ്യോ, ഷാറൂഖ് ഖാൻ അല്ല, എനിക്കറിയാന്നേ. അമിതാഭ് ബച്ചൻ. സാറേ, ഇപ്പൊ മറിക്കാൻ ഞങ്ങളുടെ കയ്യിൽ കാശ് ഉണ്ടാവില്ല. കാശൊക്കെ കടയിലിട്ടിരിക്ക. എങ്കിൽ കടയിലേക്ക് പോവാ. ലോഡായി കിടക്കുക, ഡെലിവറി ഒന്ന് കഴിഞ്ഞോട്ടെ. എന്നെ തള്ളേ, ഞാൻ പടക്കത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. മാമിയാർ. 3-4 ദിവസം കൂടി കഴിഞ്ഞ ദീപാവലി അല്ലേ? പടക്കം കയറ്റി വെച്ച് കാശ് വരും. അത് വരുമെന്ന് ശ്രമിക്കണം. ഞാൻ വെയിറ്റ് ചെയ്യാ, പക്ഷെ വെയിറ്റിംഗ് ചാർജ് തരണം. എന്ത് വേണേലും തരാം. കാശ് കിട്ടുന്നത് വരെ ഇവിടെ കൂടാല്ലേ? മിസ്റ്റർ ധരം, തല എവിടെയാണ്? തല ഇവിടെ. അതല്ല, തല വെക്കുന്നത് അവിടെയാണോ ഇവിടെയാണോ? ഇവിടെ. ആയിക്കോട്ടെ. ഭഗവാൻ. മിസ്റ്റർ ധരം, വൈകിട്ട് എന്താ കഴിച്ചത്? പരിപ്പും ഉരുളക്കിഴങ്ങും. റിസ്ക് എടുക്കണ്ട. புரியல நினைக்கிறேன். അതെ, എന്റെ മോനും നിങ്ങളുടെ പെങ്ങളുമായുള്ള കല്യാണം ഇനി നടക്കില്ല. എന്താ പ്രശ്നം? ഒരു സ്ത്രീ ലംബടന്റെ പെങ്ങളെ എന്റെ മോന് വേണ്ട. പോക്കൃത്തരം പറഞ്ഞാലുണ്ടല്ലോ. പോക്കൃത്തരം കാണിച്ച ഇവനാ നിങ്ങളുടെ പുന്നാര അനിയൻ. എന്റെ മുതലാളി സേട്ടുവിന്റെ ഒരേ ഒരു മകളെ റോഡിൽ വെച്ച് ചാടി വീണ് കേറി പിടിച്ച് പേടിപ്പിച്ച് പീഡിപ്പിച്ചു. എന്താടേ കേക്കുന്നത്? അതാ കാറ് വന്ന് ബൈക്കിലിടിച്ച പ്രശ്നമായിട്ടാ. പിടിച്ചു എന്നുള്ളത് നേരാ, പക്ഷെ ആണാണെന്ന് കരുതിയാ പിടിച്ചത്. ഓ, അപ്പൊ ആണുങ്ങളെ കയറി പിടിക്കും. അമ്പടാ ഭയങ്കര. ഇവനെ പോലൊരുത്തുള്ള വീട്ടിൽ എന്ത് വിശ്വസിച്ചാ എന്റെ മോനെ പറഞ്ഞയക്കുന്നേ? ഒരു ദുർബല നിമിഷത്തിൽ കയറി പിടിക്കില്ല എന്ന് എന്താ ഉറപ്പ്? ഈ കല്യാണം നടക്കില്ല. സംസ്കാരമില്ലാത്തവൻ. നമസ്കാരം ഏട്ടാ, ഞാൻ എന്റെ ഫോൺ വേറെ ചെയ്തു പോരെ. സോണി എറിക്സൺ. ഞാൻ എത്ര നേരം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കാത്തു നിന്നറിയോ? എനിക്കിന്നൊരു ആക്സിഡന്റ് ഉണ്ടായി. ഒന്നും പറയണ്ട. ഒരു അഹങ്കാരി പെണ്ണിന്റെ കാർ വന്ന് എന്റെ ബൈക്കിലിടിച്ചു. ഞാനും കൂടെ ഉണ്ടായിരുന്നാൽ എന്നിട്ട് എന്റെ കഷ്ടകാലത്തിന് ഞാൻ അവളെ ട്രേസ് ചെയ്ത് പിടിച്ച് വായി തോന്നി ചീത്ത പറയുകയും ചെയ്തു. ഇപ്പൊ ആകെ പുലിവാലായി. അതെന്താ? ഏതോ ഒരു കോടീശ്വരൻ സേട്ടുവാ. അയാളുടെ മാനേജറുടെ മകനും എന്റെ പെങ്ങളുമായിട്ട് കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുക. കല്യാണം മുടക്കാൻ പഴുതു നോക്കി നടന്ന അയാൾക്ക് ഇതൊരു കാരണമായി. ഇത് സംസാരിച്ച് തീർക്കാവുന്ന കാര്യല്ലേ ഉള്ളൂ. ഇയാള് നേരെ ചെന്ന് ആ പെൺകുട്ടിയോട് മാപ്പ് പറയാ. ഏയ്, മാപ്പ് പറയാതെ ഈ പ്രശ്നം തീരുമെന്ന് എനിക്ക് തോന്നണില്ല. ആളെ മാറ്റി കാണിക്ക് പറയല്ലോ. എന്നടാ ഇത്രയും വലിയ വീടാണെങ്കിൽ ഒരു കാർ വിളിച്ചു പോന്നാ മതിയായിരുന്നില്ലേ? നീ ട്രോളിംഗ് ബെല്ലടിച്ച്. കഷ്ടം. ട്രോളിംഗ് ബെല്ല என்னடா போஸ்ட் என்ட்ரி ഇത് ഗംഗയുടെ വീടാണോ അതോ ആകാശ இது வந்து என்ன படாது? മുന്നോട്ട് വന്നോളൂ. മണിച്ചിത്രത്താളത്ത്. ലുട്ടപ്പി. ടേക്ക് യുവർ സീറ്റ്. ചായ ഒന്നും വേണ്ട, ഇരിക്കാനാ പറഞ്ഞത്. பழி வாங்குற ஆளுங்க. ஓ, இவங்களே வந்துட்டாங்க. ഇരിക്കണം. ഞങ്ങൾ നിന്നോളാം. വന്ന കാര്യം മാപ്പ് പറയാൻ വന്നതാ. ഓഹോ, അപ്പൊ പറ കേക്കട്ടെ. മാപ്പ്.
ഇതെന്ത് മാപ്പ്. മാപ്പ്? ഒരു sentence എങ്കിലും വേണ്ടേ? നല്ല സൈലൻസ് ആയിട്ട് പറഞ്ഞു കൊടുക്കടാ. ഞാൻ ഇന്നലെ കുട്ടിയോട് അപമര്യാദയായി പെരുമാറിപ്പോയി, മാപ്പ്. ഓക്കെ, ഇത് ഓക്കെയാണോ? ഒരു അഹങ്കാരത്തിന്റെ ധ്വനിയുണ്ട്. എനിക്കും തോന്നിയത്. അടാ നീ പാവി, മാറി. യാര് പക്കണ്ടാണി? ഞാൻ ഇന്നലെ നടുറോട്ടിൽ വെച്ച് കുട്ടിയോട് അപമര്യാദയായിട്ട് പെരുമാറി. പെർഫോം പண்றப்பல മാപ്പ് മാപ്പ് മാപ്പ്. മാപ്പ്, മാപ്പ്, മാപ്പ്. ആ, നീ- ദയവ് ഇത് കളിയാക്കരുത്. ഐ എം സോറി, സോറി ഫോർ എവറിഥിങ്. ഇനി ശരി, ശരി. ഇതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാവരുത്. ഇവിടത്തെ മാനേജർ പരമാനന്ദ സാറിനോട് പറയണം എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയെന്ന്. താങ്ക് യു. ശരി, ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. തപ്പ് പണിത് ഇവനല്ലേ? പറഞ്ഞാലുണ്ടല്ലോ, രണ്ടെണ്ണത്തിന് സെൻട്രൽ ജയിലിൽ അടച്ചാനെ. കുട്ടിയുടെ ഡാഡി ജഡ്ജിയാ. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ അല്ല, എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ചു. ഉം. എന്നെ തൊഴിൽ പോയില്ലേ? അതെ, ഡ്രോളിംഗ് ബെല്ല് അടിക്കുന്നു. മൊബൈലാ? ആ. ഹലോ, ഫോണിനെ മാത്തല. ഞാനാ. എന്താ ആ കുട്ടിയോട് മാപ്പ് ഓ പറഞ്ഞു? ഇനി അങ്ങനെ കണ്ടുപിടിക്കില്ല. ഞാനോ? ആ എന്റെ പട്ടി പറയും. കുട്ടി എന്തായി പട്ടി പറയും? വരെ നമുക്കുള്ളൊരു അന്തസ്സൊക്കെ വെറും ഒരു ചീള് കേസിനോട് മാപ്പ് പറയാൻ അപ്പാ പെൺകുട്ടിയെ കണ്ടില്ലേ? കണ്ടു. ആ മരമൂന്നിന്റെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു, എടി പുല്ലേ, എനിക്ക് മാപ്പ് പറയാൻ സൗകര്യമില്ല, നീ എന്ത് ചെയ്യുന്നു? ശരി ശരി. അതെ, ഈ മൊബൈൽ ഇനി അധികം വെച്ച് താമസിപ്പിക്കണ്ട. എന്ന് തരും? ഇപ്പൊ തരാലോ. എവിടെയുള്ളത്? അയ്യോ, ഇന്ന് പറ്റില്ല. ഞാനിപ്പോ ഒരുപാട് ദൂരെ സംസാരിക്കുന്നേ. ഞാൻ എന്റെ സെർവനെ പറഞ്ഞു വിടാം. അത് വേണ്ട, നേരിട്ട് വന്നാ മതി. എനിക്കൊന്ന് കാണാലോ. ആഹാ. തെറ്റിദ്ധരിക്കല്ലേ, ഇത്രയും പരിചയപ്പെട്ട സ്ഥിതിക്ക് ഒന്ന് കാണാൻ തോന്നിയെന്ന് മാത്രം. ആ ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. എന്താ കുട്ടിയുടെ പേര്? കാവേരി. 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 മറ്റേ പിശാചിന്റെ പേര് ഒരു പുഴയുടെയാ, ഗംഗ. See you tomorrow. എടാ ഭയങ്കര എന്തൊക്കെന്നാണ് നീ അവളോട് കാച്ചിയത്? ചുമ്മാ. ഏതായാലും നീ അവളോട് നേരിട്ട് വരാൻ അയ്യോ. പറഞ്ഞതാ. ഉം. മാറ്റി എനിക്കും എടുത്ത് ഏ കൂടി ആട്ടെ പൊട്ടു പോരാ. അമ്മായിമ്മ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ ഇല്ല, അല്ലേ? നീ കൊട വണ്ടിക്ക് വെച്ചാരുടാ. കളികളാട്ടാ. ആഹാ. വരന്മാര് ആവശ്യമുണ്ട്. ആശ്വാസം കണ്ടാൽ മാത്രം പ്രതിഫലം. ഇത് വേറെ മനസ്സിലല്ലേ? ഇപ്പൊ തെറ്റി വായിച്ചത്. ഇത്തവണ മഴ നേരത്തെ എത്തും. പാലക്കാട്. ഇവളെ സീക്കിരം മഴ പെഞ്ചിരിച്ചാ. താൻ എന്താ ഈ കാണിക്കുന്നത്? എന്റെ മാതൃഭൂമിയുടെ നന്ദി പോലോ. എന്തേ? ആ പേപ്പറേ. സോറി സാബ് ജി. സി മിസ്റ്റർ രാജേഷ് ഖന്ന, ഇപ്പുറത്തൊരാൾ നിൽക്കുമ്പോൾ അപ്പുറത്തുനിന്ന് വെള്ളം ഒഴിക്കാമോ? ராஜேஷ் கண்ணன். ശരി. அவர் பாலிவுட் இருக்கிற ஆக்டர்ஸ் எல்லா எல்லாம் பேர் hero-வா? சொல்றாரு. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം കാർ വരുമ്പോൾ ഒരിക്കലും ലെഫ്റ്റ് അടിക്കാൻ പാടില്ല. മാറി ഇരുന്നേക്കാം. അശ്ശോ. இந்த பக்கத்துல இருந்து ஊத்த போறாரு. വെള്ളമില്ലാത്തത് കൊണ്ട് വള്ളംകളി മാറ്റിവെച്ചു. ആറന്മുള. ഇയാളെന്ത് പണിയാണ് ഈ കാണിക്കുന്നത്? തന്നെ കൂടെ തോറ്റല്ലോ. ഐ ആൾസോ ഫെയിൽഡ് ഓഫ് യു. രണ്ടാമത് സോറി സാർ. എന്നൊക്കെ സോപ്പ് കൊടുത്തേക്കണോ? എന്ത് സോപ്പാണ് സാർ? പറ്റിലെഴുതിക്കോളാം. ഇവിടെ പ്രായപൂർത്തിയായ പെണ്ണുങ്ങൾ இவரை வேற இடத்துல போய் கிளிக் பண்றா. ഇത് പ്രായപൂർത്തിയല്ല, ഷഷ്ടിപൂർത്തിയാ. ഈ തൂരോണ്ട് എന്നെ കൊണ്ട് പണിയിപ്പിക്കല്ലേ. ഒട്ടി നിൽക്കാൻ വന്നിരിക്കുന്നു. കള്ളമാർക്ക് പോലും ഐശ്വര്യയുടെ പവറാ. പിന്നെ ഈ അവിവാഹിതർ എങ്ങനെയൊന്നും എന്റർടൈൻ ചെയ്യും? കോയി ബാത് നഹീ. ഇപ്പോഴാ ഓർത്തത്. ബാത്റൂമിൽ പോയില്ല. ഓഹോ, പോയില്ല. ഓഹോ, ഇത് മതി, എനിക്കൊന്നുമില്ലടാ. എന്ന് പറഞ്ഞ അങ്ങനെ ഈ വീട്ടില് ഒരൊറ്റക്കയം മതി. നോക്കി നടക്കേണ്ട. അയ്യോ, ഇതെന്തു പറ്റി? കയ്യൊന്നിടറി. ആണോ? എനിക്ക് ഹോസ്പിറ്റലിൽ പോയാലോ? ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. നീ പോയ കാര്യം എന്തായി? അതോ, അത് ഞാൻ പുല്ല് പോലെ സോൾവ് ചെയ്ത് അല്ലേ? ദൈവമേ, ഈ കൊടയുടെ തുണി എന്തി? ഇതാ സേട്ടുവിന്റെ പടിയല്ലേ? ഇത് അടിച്ചിട്ട് പോന്ന കൊടയാണെന്ന് കരുതി എടുത്തതാ. മാറിപ്പോയതാ. ദൈവമേ, ഇനി ഇതിന്റെ പേരിൽ അടുത്ത കേസ് വരും. அடுத்த கேஸ். അയ്യോ, ആ പെണ്ണ് കൂടെ ഉള്ളത് വനിതാ പോലീസ് ആണാവോ? ഇത് നിങ്ങളുടെ വീടായിരുന്നോ? ദയവേത് എന്നെ പോലീസിൽ പിടിപ്പിക്കരുത്. അറിയാതെ എടുത്തതാ. അത് ശരി. ഇനിയിപ്പൊ ഇതിന്റെ പേരിലൊരു വഴക്കൊന്നും വേണ്ട കുട്ടി. ഞാൻ അതിനൊന്നുമല്ല വന്നത്. കയ്യിൽ മെഹന്തി ഇടുന്ന ഒരു സ്ത്രീ ഇവിടെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അവരെ ஓ. അന്വേഷിച്ചു. ആ സ്ത്രീയാണോ ഈ തളച്ചി? നിന്റെ അമ്മയമ്മല്ലേ? ആണെങ്കി നിനക്ക് അങ്ങനെ തന്നെ വേണോടാ. മോളെ, നിങ്ങൾ അന്വേഷിക്കുന്ന ആള് ഞാനാ. പക്ഷെ എന്റെ കൈക്ക് വയ്യല്ലോ. അയ്യോ, ഞങ്ങൾക്കിന്ന് പ്രോഗ്രാം ഉള്ളതാ. മോള് വിഷമിക്കണ്ട, എന്നെക്കാളും നന്നായിട്ട് മെഹന്തി ഇടാൻ ഇവനറിയാം. ഡാ മരങ്ങോട്ടാ, ஓ. എന്തോ നീ എങ്ങോട്ടാ? എനിക്ക് കുറച്ച് ധൃതിയുണ്ട്. നീ ദേ ഈ കുട്ടിക്ക് മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ട് പോയി. മൈലാഞ്ചി. By the way, I am മൈലാഞ്ചി. 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 സാറിനറിയോ? സമ ഒന്ന് try ചെയ്യാലോ? ലിറിക്സ്. ഉം. ഈ മരങ്ങോടൻ ഇട്ടാ മതി. അതെ, എന്റെ പേര് മരങ്ങോടനല്ല. അതെന്തോ ആകട്ടെ, ഇയാൾക്ക് പറ്റുമോ ഇല്ലയോ? എന്റെ റേറ്റ് കുറച്ച് കൂടുതല, 1000 രൂപ വരും. ഓക്കെ, ഞങ്ങൾ പോയിട്ട് ബാക്കി കാര്യങ്ങൾ അറേഞ്ച് ചെയ്യട്ടെ. അല്ല, നിങ്ങൾ എങ്ങനെ പോവും? ഓട്ടോ വിളിച്ചു പൊക്കോളാം. എന്തിനാ ഓട്ടോ?
ഓട്ടോമോബൈലിലെ കാർ ഇരിക്കുന്നത് മീറ്റർ കാശ് തന്നാ മതി. കയറിക്കോ. ശരി. ആ ജീൻസ് ഇട്ട 3 പേര് ഫ്രണ്ടിൽ കയറിക്കോ, ഒരാൾ ബാക്കിൽ കയറിക്കോ. സ്ഥലമില്ല. ആ, കേറിക്കോ, കേറിക്കോ. 3 പേര് ഫ്രണ്ട്. അതാ ജീൻസ് എടോ, പോട്ടെങ്കിൽ ഞാൻ മൊത്തം തനിക്കൊരു 33,000 രൂപ തരാനുണ്ടാ. ഞാൻ ആ 33,000 രൂപ എവിടെന്നെങ്കിലും ഒപ്പിച്ചിട്ട് വരുമ്പോ താ മുങ്ങിയ ഞാനെന്ത് ചെയ്യും? താങ്ക് യു ഏ? കിളി വേണം, കിളി വേണം. ഫ്രണ്ടിൽ കയറിയാ മതി. ഓപ്പോസിറ്റ് എന്നടാ കാണിച്ചിട്ട്. ധർമ്മേന്ദ്ര, ജി സാർ. ഒരു പാട്ട് വെച്ച് തന്നാൽ ഞങ്ങൾക്കൊന്ന് എന്റർടൈൻ ചെയ്യാമായിരുന്നു. ഹിന്ദി പാട്ട് മതിയോ? കറക്റ്റാണ് പേര് സുൽട്ടാൻ ധർമ്മേന്ദ്ര. സ്വീറ്റ് നെയിം കേൾക്കാൻ പറ്റി. ലാംഗ്വേജ് എന്തായാലും എനിക്ക് പ്രശ്നമല്ല. എങ്കിൽ ഞങ്ങളുടെ പ്രോഗ്രാം സോങ് ഒന്ന് വെച്ചുതരാമോ? പിന്നെന്താ? വിത്ത് പ്ലഷർ. നാ, 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 നാ. അയ്യോ, ക്യാസറ്റ് ചുറ്റി പിടിച്ച് ആകെ ഗുൽമാലായി. ഓക്കെ. കൊള്ളാം. പുതിയ മംഗോളിയൻ ഡിസൈനാ. മംഗോളിയൻ. മംഗോളിയൻ ഇത്. ഓരോരുത്തരുടെ മുഖത്തിന് മാച്ച് ചെയ്തിടുന്നതാണേ. എന്നാ പിന്നെ എന്നെ അങ്ങ് സെറ്റ് ചെയ്തേക്ക്. വരൂ. കയ്യില് മെഹന്തി ഇരിക്കും. എവിടെ തരുന്നത്? അയ്യോ, എന്റെ ബാഗ് ഫ്രണ്ട്സിന്റെ കയ്യിലാണല്ലോ. കോളേജിലേക്ക് വന്നാ തരാം. തീ പിടിച്ചോ. എന്തോ അയ്യോ, നീ ഇവിടെ തീർപ്പുണ്ടായിരുന്നു. ഞാൻ ആടിന് പ്ലാവലം കൊണ്ട് വന്നാണ്. പോയി കാശൊന്നും മേടിച്ചോണ്ടോ. പിന്നെന്താ? ഇവനെ തന്നെ അതിന്റെ കൂടെ വിടണോ മോനെ? നീ എവിടെയൊക്കെ തട്ടിമറിഞ്ഞ് വീഴാണ്. ഒരു പ്രാവശ്യം ഈ തള്ളയുടെ പുറത്ത് വീണിരുന്നെങ്കിൽ അടങ്ങാനായിട്ട്. അപ്പാ ആ കുട്ടി വണ്ടിയെടു, വണ്ടിയെടു. ഞാനെങ്ങനെ ഓടിക്കുക? എന്റെ കയ്യിൽ മെഹന്തി അല്ലേ, ഇയാൾ ഓടിച്ചാ മതി. യോ, എനിക്ക് വണ്ടി ഓടിക്കാൻ ഒരുപാട് തിരിയത് പോലെ. പിന്നെ ഞാനെങ്ങനെ പോവാ? ദേ ഇവനെ ഓടിക്കാൻ അറിയാ. ഇവൻ എയർപോർട്ടിൽ ടാക്സി ഓടിക്കുന്ന ആളല്ലേ? അത് ടാക്സി അല്ലേ, ഇത് പ്രൈവറ്റാ. ആ, അത് ഞാൻ ഓർത്തില്ല. ഡാ മരങ്ങോടാ, ഒന്നും കൊണ്ട് ആക്കിയിട്ട് വാടാ. അതെ, എനിക്കൊരു 500 തരേണ്ടി വരും. തരാം. 400 രൂപ കൂടുതലല്ലേടാ? 500. ആ മുടുക്കൻ. ആ, ഡോർ തുറക്ക്. இவர் வந்து எவ்வளவு வேணா டிஸ்டன்ஸ் கேட்டுக்கிறாரு. இது வரைக்கும் 1500 ஆயிருக்கு. ഭയങ്കര ബോറടി. ഇയാൾ എന്തെങ്കിലും തമാശ പറയോ? ഞാനൊരു കൊമേഡിയൻ അല്ല. പക്ഷെ ഒരു കോമാളി ലുക്ക് ഉണ്ട്. തനിക്കൊരു മന്ദബുദ്ധിയുടെ ഫേസ് ഉണ്ട്. എന്ന് വെച്ചാൽ മന്ദബുദ്ധിയല്ലല്ലോ. മന്ദബുദ്ധി. ഒന്ന് വണ്ടി നിർത്തിയേ. എന്താ പച്ചിക്കിതാ? എനിക്കൊരു ചിക്കൂസ് വേണം. എന്തൂസ് വേണം? ചിക്കൂസ്. യൂസ്നേടെ ജ്യൂസാ? ചിക്കു ജ്യൂസാ? പ്രോബബ്ലി. ചേട്ടാ ഒരു ചിക്കൂസ്. ഫോൺ മറുപടിയും മാത്രാங்களா? இல்ல கால் பண்றாங்க. ഫോൺ പண்றா. ഹലോ. ആ, ഞാൻ കാവേരിയാ. സോറി. അയ്യോ സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഏതോ ഒരു പെണ്ണുമായിട്ട് കാറിൽ പോകുന്ന കണ്ടല്ലോ. എവിടെ വെച്ച്? അതൊക്കെ കണ്ടു. അല്ല, എന്നെ നിനക്ക് അറിയോ? അറിയാം. എങ്ങനെ? അതൊക്കെ അറിയാന്നേ. അല്ല, ആരാ പെൺകുട്ടി? ആ, അതാണ് ആ പിശാശ്. ഞാൻ മാപ്പ് പറയാൻ പോയി പറഞ്ഞില്ലേ, ആ പിശാശ്. ഗഗ്ഗ. താൻ അവളെ പിശാചെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കൂടെ കൊണ്ട് നടക്കുന്ന എന്തിനാ? അതിനൊക്കെ കഴുത്തിറപ്പും കൂലിയല്ലേ നമ്മൾ മേടിക്കണേ. അപ്പോഴേ ആ ഫോൺ എന്നാ തിരിച്ചു തരുന്നേ? ഇന്ന് തന്നെ തരും. ആ കാറിലിരിക്കണ ജന്തുവിനെ ഒന്ന് ഡ്രോപ്പ് ചെയ്തോട്ടെ. ഓക്കെ? ജന്തു. ஜந்து விடுற. ഓക്കെ. താനിങ് വാ. ഇനി ഡ്രോപ്പ് பண்ண மாதிரி தான். ചിക്കൂസ്. ജ്യൂസിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, പൊട്ട. എന്നെ പൊട്ടാന്ന് വിളിച്ചാണ്ടല്ലോ. തന്നെ അല്ലോടോ പറഞ്ഞത്? പൊട്ട, ചിക്കൂസ് പൊട്ട്. ഹലോ, ഏതായാലും വാങ്ങണത് വാങ്ങിട്ടേ ഇതാ. ആ കൊടുത്തിரு. புடிச்சு முடிக்கிற வரைக்கும் புடிச்சிட்டு வர. കൈ വെച്ചല്ല, വായി വെച്ച്. എന്നാ ഹലോ. எல்லாத்துலயுமே அவங்க மிரட்டற கேரக்டர் தான் இல்ல. ഇതാ. ഇറങ്ങ്. ഞാനെങ്ങനെ ഡോറ് തുറക്കാനാ? ഓ എന്റെ ദൈവമേ, പിള്ളേക്കണ്ടല്ല, ചാട്ട വാർന്നടിക്കണം. വേഗം ഇറങ്ങും മാഡം. வேகம் இறங்கி மேடம். അയ്യോ, ഓക്കേ. ഈ സ്കേർട്ട് ഒന്ന് പൊക്കി തരുമോ? എന്തിനാ മൂത്രം ഒഴിക്കാനാ? വെള്ളം കിടക്കുന്നുണ്ടല്ലേ, ഡ്രസ് തന്നെ അതുകൊണ്ടാ. നടക്ക്. എന്റെ അമ്മയുടെ അനിയത്തിയുടെ മോളാ. തല നടക്കുമോളെ. ഇതിലും വലിയ കാസറ്റാണ് എടുക്കണേ. അയാൾ ആ സെറ്റ് അയച്ച് കാസറ്റ് ഇവിടെ കൊണ്ട് തരുന്നത് വരെ തന്നെ വിടുന്ന പ്രശ്നമില്ല. ദൈവമേ, അയാളെ കാസ്റ്റായിട്ട് ഇപ്പഴെങ്ങും വരല്ലേ? ஓ, உங்களுக்கு நீ ஃபங்க்ஷன் இருக்குல, அந்த கேஸ்ட் பாடி. ஆமா. ஏய், இவர் பாட போறாரு, நான் கண்டுபிடிச்சிட்டேன். എല്ലാരും പിടിക്കൂ. ഗംഗേ, ഒരു അബദ്ധം പറ്റിയിട്ടേ. നമ്മുടെ പ്രോഗ്രാമിന്റെ കാസറ്റ് ഇല്ലേ, അത് ഇവരുടെ പൊട്ട വണ്ടിയിലെ സെറ്റിൽ കുടുങ്ങി. അയ്യോ, ധർമ്മേന്ദ്ര വന്നാലേ എന്നെ വിടുന്നു പറഞ്ഞ് ഈ സുന്ദര കോതൽ എല്ലാരും കൂടി എന്നെ കൊരാവ് ചെയ്യായിരുന്നു. കോപ്പി എടുത്ത കാസറ്റ് ഇല്ലേ, കോപ്പി എടുത്തിട്ടില്ല. എക്സ്ക്യൂസ് മീ, എനിക്ക് പോണം. താനോട് നിൽക്കേ, വാ. അല്ല, നിങ്ങൾ എന്താ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത്? ആരും റെഡിയാവുന്നില്ലേ? സോങ്ങിന്റെ കാസറ്റ് കാസറ്റ് റെഡി. എല്ലാ പാട്ടും വെവ്വേറെ ഉണ്ട്.
താഴെ പോയി. ദൈവമേ, നിങ്ങൾ എന്ത് പണിയായി കാണിച്ചേ? ഞാനെന്ത് പണിയെടുത്തിട്ടാണെന്നോ ഇത് കിട്ടിയത്? മുഴുവനോട്ട് ഒന്നും മിസ്സായിട്ടില്ല. അപ്പൊ ഇന്ന് പ്രോഗ്രാം നടക്കൂലല്ലേ? ഇല്ല, സംഗീതത്തെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പാടിയാ മതിയോ? നിങ്ങക്ക് പാടാൻ അറിയോ? അറിയൊന്നു. സംഗീതം പഠിക്കണമെന്നുള്ള മോഹമായി ഞാൻ ചെന്നുവിട്ടത് ഒരു സിംഹത്തിന്റെ മലല ഉസ്താദ് അലവലാദി ഖാൻ. ഒടുവിൽ ഗുരുവിന്റെ അന്നാക്കിൽ ഒരു വീട് മണൽ വാരിയിട്ട് ക്യാബേജ് രാഗത്തിൽ ഞാൻ കിച്ച് ക്യാബേജ് രാഗമാ? പെരുമാറിയോ? വേറെ കൊടുക്ക. സുഭാഷ് 1 2 3 4 ഇന്ദ്രരത്നം. ഇന്ദ്രരത്നം. ഗുജറാത്തി കഥളകെട്ടിയ മലയാളി പെൺ നാണു ഞാൻ, പഞ്ചാബി. ഇയാൾക്ക് പാടാൻ അറിയോ? തനിക്ക് പാടാൻ അറിയോന്ന്? ഇല്ല. 2000 രൂപ തരാം. ரெடி ஆயிட்டது பாட. இது நல்லா இருக்கே பட்டியல். இப்படி யாராச்சும் நம்ம கடத்திட்டு போனாங்க. இது வரைக்கும் 3500 ரூபாய். நல்ல பேமெண்ட். நான் சும்மா விட்டாவே கார் விட்டுவேன். காசு கொடுத்து ஓட விட்டா செமையா இருக்கும். ஆக மொத்தம் 2000, ஒரு 500, ஒரு 1000, 3500 രൂപ. കാശാര് തരും? കാശിനൊക്കെ വലിയ ആക്രാന്താണല്ലേ? പണത്തിന്റെ മുകളിൽ കിടന്നുറങ്ങുന്ന കുട്ടിയെപ്പോലുള്ളവർക്കൊന്നും ഇതിന്റെ വില അറിയില്ല. ഹരികൃഷ്ണ, നമ്മളെ പടക്ക കമ്പനി കത്തിപ്പോയടാ. நான் நினைச்சேன். மொத்தமும் காலி. 5 லட்சம். റിസ്കി ബിസിനസ്. അങ്ങനെ പടക്കടകുദാഹവ. എന്തൊക്കെ മേളായിരുന്നു. പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്ക് അപ്പോഴേ തോന്നി ടമാർ പടാർ എല്ലാം കത്തിച്ചാമ്പലാവൂന്ന്. ഞാനിതുവരെ ആരോടും പറയാത്തൊരു രഹസ്യമുണ്ട്. കേരളം അറിയാത്ത രഹസ്യം, ഇന്ത്യ അറിയാത്ത രഹസ്യം. ഇനി ഞാനത് മറച്ചു വെക്കുന്നില്ല. എനിക്ക് ദുബായിൽ കറവ് പണിയായിരുന്നു. കറവ് പണി. പശുവിനെ അല്ല, ഒട്ടകത്തിന്. 100 പൊക്കമുള്ള ഒട്ടകത്തിന് ഒരു വെയിലത്ത് കൈയെത്തിച്ച് കറന്ന് ഞാൻ ഉണ്ടാക്കിയ കാശ. എല്ലാ മലയാളികളും ഈന്തപ്പഴം നിന്ന് രസിക്കുമ്പോ നിങ്ങളൊക്കെ ഇത്രക്ക് ഇഷ്ടമുള്ള റോബസ്റ്റ് പഴം നിന്ന് വിശപ്പടക്ക് ഞാൻ ഉണ്ടാക്കിയ കാശ. ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് തരും. അതിനു മുമ്പ് ഈ ടാക്സിക്കാരൻ എന്റെ ജീവൻ എടുക്കും. മദ്രാസി, നിന്റെ മാത്രമല്ല എല്ലാത്തിന്റെയും ജീവൻ ഞാൻ എടുക്കും. നിങ്ങൾക്കൊന്നും എന്നെ കുറിച്ചൊരു ചുക്കും അറിയില്ലടാ. ബോംബെ തെരുവിൽ ചീറിപ്പാഞ്ഞു നടക്കുന്ന വെടികുണ്ടകൾക്കിടയിൽ ടാക്സി ഓടിക്കുന്നവനാണ് ഞാൻ. എന്റെ ടാക്സി കൂലി പറ്റിക്കാവുന്ന ഒരു തെണ്ടി കരുതണ്ടടാ. ഞാൻ മേടിച്ചിട്ടേ പോകൂ. എടാ, നീയൊക്കെ ധാരാവി ധാരാവിന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ കേട്ട്. സാല കുത്ത കമീനെ ഉല്ലുക്ക പട്ട കുത്തക്ക ബച്ച് കളിയാക്കുന്നോടാ ബേവക്കൂഫ്. നീ ദാവൂദിനറിയോ? ചോട്ടാരാജനറിയോ? പെണ്ണിന്റെ കല്യാണം മുടങ്ങുമെന്നോർത്ത് ഇപ്പതാ വ്യൂസ് ആറാണ്. ഈ ധാരാവി ധാരാവിന്ന് കേട്ടിട്ടുണ്ടോ? നീ ഊച്ചാളി ഊച്ചാളിന്ന് കേട്ടിട്ടുണ്ടടാ. നിന്റെ ധാരാവി എനിക്ക് എന്നെ ஐயோ, இவ்வளவு நேரம் பார்த்தது டீசன்டா. നീ ഇവിടെ മുഴുവൻ தூரி விழும் ஊச்சா போயிடுவேன் சொல்றாரு. അതും കറണ്ടി കയ്യിൽ കൊടുത്താൽ ആക്ച്വലി പടക്ക കമ്പനി എങ്ങനെയാ കത്തിയത്? എല്ലാം ഞാൻ അറിഞ്ഞു. വരാനുള്ളത് വഴി തങ്ങില്ല എന്ന് കരുതി സമാധാനിക്കാം. നിങ്ങളുടെ പടക്കങ്ങൾ പൊട്ടുന്നതാണെന്ന് എനിക്ക് ബോധ്യമായത്. കാശ് ഇന്ന് വരും, നാളെ പോകും. നാളെ വരും, മറ്റന്നാ പോകും. നിങ്ങൾക്ക് നാളെ വരാനുള്ളത് ഇന്നേ പോയി. പിന്നെ എങ്ങനെ നിങ്ങൾ എനിക്ക് കാശ് തരും? അതോർത്ത് വിഷമിക്കൊന്നും വേണ്ട. ഞാൻ അത്രയ്ക്ക് ദുഷ്ടനൊന്നുമല്ല. കാശ് കിട്ടുന്ന മറ്റൊരു പെണ്ണിനെ ഞാൻ എന്റെ ചെക്കന് വേണ്ടി നോക്കിക്കൊള്ളാം. വരട്ടെ. அதானே நல்லா போயிட்டு இருந்தது, எப்படி உடஞ்சது? ഹലോ, ഞാനാ കാവേരി. അതെ, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കൂ. അത് ശരി, കുറച്ചു കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിക്കണം. എന്നാലും ഇങ്ങോട്ട് വിളിച്ച് പറയില്ലല്ലേ ഫോൺ എപ്പ തരൂന്ന്? തന്നേക്കാം. എനിക്കെന്തിനാ തന്റെ ഈ... എന്താ പെട്ടെന്ന് സ്വരം മാറിയേ? അതാ പറഞ്ഞത്, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാൻ. ആഹാ, അങ്ങനെ തന്റെ സൗകര്യം നോക്കി വിളിക്കാനൊന്നും എനിക്ക് പറ്റില്ല. മര്യാദയ്ക്ക് എന്റെ ഫോൺ തന്നോ. തരാൻ സൗകര്യമില്ലടി. നിങ്ങളുടെ കേസ് കൊടുക്ക്.
കുറച്ച് ഹാർഷായിട്ട് സംസാരിച്ചു. സോറി പറയേണ്ടത് ഞാനല്ലേ, സിറ്റുവേഷൻ നോക്കാതെ സംസാരിച്ചതിന്. 3-4 പേര് വിളിച്ചപ്പോഴാ പടക്ക കമ്പനി കത്തിയ കാര്യം ഞാൻ അറിഞ്ഞത്. ആ പിന്നെ ഒരാള് വിളിച്ചിട്ട് കുറെ ചീത്ത പറഞ്ഞു. ഒരു തമിഴൻ. ഞാൻ എനിക്ക് അറിയാവുന്ന ഭാഷയിലൊക്കെ സമാധാനിപ്പിച്ചു. അയാള് ചോദിക്കാ ഇന്ത മാതിരി പേസറത്തുക്ക് നീ ആരാടീന്ന്. ഞാൻ പറഞ്ഞു പൊണ്ടാട്ടിയാന്ന്. അപ്പൊ അയാള് പറയാ നിന്റെ കാണവന്റെ കയ്യും കാലും തല്ലി ഒടിക്കുവെന്ന്. ചിലപ്പോ അതും ചെയ്യും. നല്ലൊരു എമൗണ്ട് അഡ്വാൻസ് തന്ന പാർട്ടിയാ. ഓ എങ്കിലെന്റെ ഫോൺ വേഗം തിരിച്ചു തന്നോളൂ കേട്ടോ. കയ്യും കാലും ഇല്ലെങ്കിൽ പിന്നെ ഫോൺ എങ്ങനെ കൊണ്ടുതരിക? ഞാൻ എന്റെ പോക്കറ്റ് മണിന്ന് കുറച്ച് പണം അഡ്ജസ്റ്റ് ചെയ്ത് തന്നാ പ്രശ്നമൊക്കെ തീരുവോ? പോക്കറ്റ് മണിയോ? ഒരു പെട്ടി നിറയെ കാശുണ്ടെങ്കിലും എന്റെ പ്രശ്നങ്ങൾ തീരില്ല. ഏതായാലും പറയാൻ തോന്നിയല്ലോ, താങ്ക്സ്. ആ ഇനി എന്റെ മൊബൈൽ വെച്ചോണ്ടിരുന്ന തനിക്ക് ചീത്തയാക്കാനും നേരം ഉണ്ടാവുള്ളൂ. നാളെ തന്നെ തിരിച്ചു തന്നേക്കാം. രാവിലെ 10 മണിക്ക് മറൈൻ പാർക്കിൽ ഞാനുണ്ടാവും, ആദ്യത്തെ ബെഞ്ചിൽ. இங்க காலையில தாங்க ராவுன்றாங்க. ஆமா நமக்கு எனக்கு ரானா தெரியும். நைட் இல்ல. ദൈവമേ, ഈ കുരിശൻ എന്തിനാ പിന്നോട്ട് വിട്ടിട്ട്? எனக்கு தெரியும் ഓ ഇത്ര ചേർ ഇവിടെ ഉണ്ടായിട്ടും ഇവിടെ തന്നെ ഇരിക്കാം. ഹലോ ഹായ്. ഹലോ. എന്താ കാണാത്ത പോലെ ഇരിക്കുന്നേ? അത് കാണാത്തോണ്ടാ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അതെ, ഉം. ഒരു വിഷയം പറയണോണ്ട് വിഷമം തോന്നരുത്. ഉം, എന്റെ ഫ്രണ്ട് ഇവിടെ വരാന്ന് പറഞ്ഞിട്ടുണ്ടേ. ഉം. കുട്ടിയൊന്ന് അപ്പുറത്തേക്ക് ഇരിക്കണോണ്ട് വിരോധമുണ്ടോ? വിരോധമുണ്ട്. ഞാനും എന്റെ ഒരു ഫ്രണ്ടിനെ പ്രതീക്ഷിച്ചിരിക്കാം. കുട്ടിക്ക് അപ്പുറത്തിരുന്നും പ്രതീക്ഷിക്കാലോ. ഞാൻ എന്റെ ഗസ്റ്റിന്റെ അടുത്ത് ഇത് അടയാളം പറഞ്ഞു പോയി, അതുകൊണ്ടാ. ഞാനും. കുട്ടി അന്ന് കോളേജിൽ വെച്ച് പാട്ടുപാടി സഹായിച്ചത് ഞാനാ, അത് മറക്കാൻ പാടില്ല. അതിന് കണക്ക് പറഞ്ഞ് കാശ് മേടിച്ചത് ഞാനും. காசு வாங்கி வச்சிடல. സ്പെഷ്യൽ ഗസ്റ്റിനുണ്ട് ഞാൻ വെളുപ്പാങ്കാലത്തോട്ട് റിസർവ് ചെയ്തിരിക്കണതാ. എന്ത് പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് മാറില്ല. താൻ വേണമെങ്കിൽ അപ്പുറത്ത് പോയിരുന്നോ, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. ഇത് നിന്റെ കുടുംബ സ്വത്തൊന്നും അല്ലല്ലോ. അതെ, എന്റെ കുടുംബ സ്വത്ത് തന്നെയാ. ഏ? ദാ നോക്ക്, സ്പോൺസർഡ് ബൈ ഗംഗ അസോസിയേറ്റ്സ് എന്ന് എഴുതിയിരിക്കുന്ന കണ്ടില്ലേ? എന്റെ ഡാഡി സ്പോൺസർ ചെയ്തതാ ഇത് മൊത്തം. എന്നാ എല്ലാത്തിലും കയറി നിരന്നിരിക്കണി. നിന്റെ ഡാഡി സ്പോൺസർ ചെയ്തല്ലേ? ഇന്ന് ആരാണോ കണി കണ്ടത്? ഹലോ, ഞാൻ കാവേരിയാ. ഇതെവിടെയാ? ഞാൻ കുറെ നേരം വെയിറ്റ് ചെയ്തു. ഞാൻ കണ്ടായിരുന്നു നിങ്ങളൊരു പെണ്ണുമായിട്ട് സംസാരിച്ചു. അതവളാ, ആ ഗംഗ. നിങ്ങളെ ശല്യപ്പെടുത്തണ്ടെന്ന് കരുതിയ ഞാൻ മാറി നിന്നെ. ഛേ, ഇത് താൻ കരുതുന്ന പോലെ മറ്റേ ഐ ലവ് യു കേസൊന്നുമല്ല. മാത്രമല്ല എനിക്ക് ഈ പണക്കാരികളെ പണ്ടേ വെറുപ്പാ, മനുഷ്യത്തല്ലാത്ത വർഗങ്ങൾ. പക്ഷേ ആ പെങ്കൊച്ചിനെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. അയ്യോ, അത് അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച പിശാച. ഈ ഫോൺ എപ്പോഴാ എക്സ്ചേഞ്ച് ചെയ്യുന്നത്? ഒരു കാര്യം ചെയ്, ഇയാൾ മറൈൻ പാർക്കിന് മുമ്പിലുള്ള റെസ്റ്റോറന്റിൽ വരൂ, ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. அங்கேயுமா அங்கேயுமா? അതെ അതെ, ഇതെല്ലാം over. എന്നെ പ്ലീസ്. അതിന് ഞാൻ നിങ്ങളെ പിടിച്ച് കെട്ടിയിട്ടൊന്നുമില്ലല്ലോ. ഇവിടെ തന്നെ വന്നിരിക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം? വേറെ എവിടെങ്കിലും ചെന്നിരുന്നൂടെ? അതോ ഇവിടത്തെ ചെറുകളും കുട്ടിയുടെ ഡാഡി സ്പോൺസർ ചെയ്തതാ? ഈ ഹോട്ടല് തന്നെ എന്റെ ഡാഡിയുടെയാ. അപ്പൊ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളടത്തിരിക്കും. എന്നാ ഇതിന്റെ പുറത്ത് കയറി ഇരിക്കണേ. സോറി. இதெல்லாம் அகங்காரத்துக்கு உச்சம். அதனாலதான் அவர் சொல்றாரு அகம் பிடிச்ச கழுதையா என்னது? அதான். ഹലോ. താനൊരു പെരുങ്കള്ളനാ. റെസ്റ്റോറന്റിൽ ഉണ്ടായിരുന്നില്ല ആ കുട്ടി. കഴിഞ്ഞ ജന്മത്തിൽ അവളെ കൊന്നത് ഞാനാന്നാ തോന്നണേ. അത് ഈ ജന്മത്തിലും ആവർത്തിക്കാൻ വേണ്ടിട്ടാ ആ പിശാച് എന്റെ പുറകെ നടക്കണം. എനിക്ക് അങ്ങനെയല്ല തോന്നണത്. ഈ ജന്മത്തില് തന്നോട് ഇഷ്ടം കൂടാനാ അവളുടെ ശ്രമം എന്ന് തോന്നുന്നു. ആ, അതാ ബൊമ്മക്കുട്ടിയുടെ മനസ്സിലിരിക്കുള്ളൂ. അവളെ ആള് ശരിയല്ല. ഉം, ഓ അവളെ നോ. അവള് ഭയങ്കര പണക്കാരിയാ. അപ്പൊ അതാണ് കാര്യം. പണക്കാരി അല്ലായിരുന്നെങ്കി ഒന്ന് നോക്കിയേനെ. തന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. തനിക്ക് ഈ മനസ്സ് വായിക്കാൻ പ്രത്യേക കഴിവാ. എനിക്ക് ആ കൊച്ചിന് ഇഷ്ടമാണെന്ന് തനിക്ക് മനസ്സിലായല്ലേ? ദേ, പുറത്തു പറയരുത് ട്ടോ. തന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് ആ കുട്ടി അറിഞ്ഞാലോ? ഒരിക്കലും അറിയില്ല. ആളുകൾ അറിയാനും മനസ്സിലാക്കാനും തനിക്കുള്ള കഴിവൊന്നും ആ കുട്ടിക്കില്ല. തന്നെ മനസ്സിലാക്കാനുള്ള കഴിവ് അവക്കുണ്ടെങ്കിലോ? എങ്കിലപ്പൊ കെട്ടിന്ന് ചോദിച്ചാ മതി. ஓகே. ഫൈനലി. എന്താ പറയാ? എന്താ? ഓ, ഉം. പോട്ടെ, ചേടാ വരട്ടെ. മോനെ മരങ്ങോടാ. അപ്പൊ ഇതായിരുന്നു മരംകോട. അത് പിന്നെ ഞാൻ தண்ணிக்குள்ள விடு. അയ്യോ, இழுத்து விடாம இருந்தா சரி. ஓகே. இதுல லொகேஷனுக்கு பஞ்சமே இல்லப்பா. ஆமா. இந்த ஷாட் எப்படி எடுத்தாங்க?
அந்த ஒரு கிரேன் மாரி போகும்ல, அந்த கிரேன் மாரி போகும். அப்படிதான் தோணுச்சு. அந்த 2000s வைப் அப்படியே இருக்கு. மாட்டிக்கிட்டாப்ல, வேலை முடிஞ்சு. ഞാൻ ഇവിടെ നിന്ന് ശരിയാവില്ല. ആ പോയ പെങ്കൊച്ച് ആരാണെന്നറിയോ? എന്റെ മുതലാളിയുടെ ഒരേ ഒരു മകളാ. അതിനെന്താ? നീ നിന്റെ പെങ്ങളെ പോലെ ഒരു പണച്ചാക്കിനെ വളച്ചെടുക്കാനുള്ള ശ്രമമാണല്ലേ? ആണെങ്കി ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചാ മതി. നിനക്കെന്നെ ശരിക്കും അറിയില്ല. ഞാനൊന്ന് കറക്കിയാലുണ്ടല്ലോ നീ അകത്താ. കറക്കടോ. തന്റെ ഒരേ ഒരു മുതലാളിയുടെ മകളുമായിട്ട് ഞാൻ ഒടുക്കത്തെ പ്രേമം. തനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? താൻ ചെയ്യടോ. அவ்வளவுதான். അങ്ങനെ ஆமா, എന്റെ മുതലാളിയെ വരുത്താം, യവനെ വക വരുത്താം. எப்படியும் இவங்களோட பொண்ணை கட்டிக்க போறதில்ல அவங்க. അതെ. ഹരി, നിന്നെ കുറെ കാലം കാണാണ്ടായപ്പോ ഞാൻ വിചാരിച്ചു നീ വേറെ ജോലി കിട്ടി പോയിട്ടുണ്ടാവുന്നു. കുറെ കമ്പനിയിൽ നിന്നൊക്കെ ഓഫർ വന്നതാ, എല്ലാം കേരളത്തിന് പുറത്ത്. തൽക്കാലം ഇവിടുന്ന് മാറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാ. എല്ലാം എനിക്കറിയാം. ഇതൊരു ലോങ് ട്രിപ്പാ, കട്ടപ്പണിക്ക്. നീ കൊണ്ടുപോക്കോ. വേണ്ട ആ, നീ കൊണ്ടുപോക്കോടാ. ദേ, നിങ്ങൾക്ക് ഇവന്റെ വണ്ടി പോ. ആയിക്കോട്ടെ. ശരി ഏട്ടാ. ആ. സാർ ഒരു മിനിറ്റ്. സാറെങ്ങോട്ടാ? വണ്ടി ടൗൺ ഹാളിലേക്ക് വിടാം. സാർ, ഞാനൊരു ലോങ് ട്രിപ്പ് പിടിച്ചിരിക്കാ. വിരോധമില്ലെങ്കിൽ. ഇത് പ്രീപെയ്ഡ് ടാക്സി അല്ലേ? അതെ. ഇത് ക്യാഷ് അടച്ച റെസിപ്റ്റാ. വണ്ടി വേഗം വിട്. ഞാൻ സാറിന് വേറൊരു വണ്ടി അറേഞ്ച് ചെയ്തെന്നാ. വേണ്ട, എനിക്ക് ഈ വണ്ടി തന്നെ മതി. അല്ല, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറ, ഞാനൊരു കംപ്ലൈന്റ് എഴുതി കൊടുത്തിട്ട് വേറെ വണ്ടി പിടിച്ച് പൊയ്ക്കോളാം. സോറി സാർ, നിങ്ങൾ ആ വണ്ടി തന്നെ. ശരി. இவர் தெரிஞ்ச புக் பண்ணிருக்காரோ? வாய்ப்பில்ல. ഈ വണ്ടിക്ക് ഇത്രയും സ്പീഡേ ഉള്ളോ? വിമാനത്തിന്റെ സ്പീഡൊന്നും കാറിന് കിട്ടില്ലല്ലോ സാർ. ഹലോ ഹലോ, ഇവിടെ റേഞ്ച് ഇല്ലേ? മൊബൈൽ ടവർ കാറിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ സാർ? ഇവൻ എവിടുന്ന് വന്നതാ? താൻ വണ്ടി ഒന്ന് നിർത്തിക്കേ. ഹലോ ഹലോ ഹലോ. ഗുഡ് മോർണിംഗ്. ആ, ഞാന് എയർപോർട്ടിലോട്ട് കാർ അയച്ചിരുന്നു. ലേറ്റ് ആയി പോയി. ആര്, ഞാനോ? അല്ല, കാറ്. അത് പുതിയ സംഭവമൊന്നും അല്ലല്ലോ. അല്ലല്ലോ. എങ്കിൽ ഫോൺ വെച്ചിട്ട് പോടോ. போச்சு. ഓ, shit. അയ്യോ. ഇപ്പൊ അകത്തും പുറത്തും അഴുക്കായി. വലിയ വാചകമൊന്നും അടിക്കണ്ട. വളയം പിടിക്കുന്നവൻ വളയം പിടിച്ചാ മതി. ഓ, നിക്ക്. ഈ വൃത്തികെട്ട കോളത്തിൽ സാറിനകത്തേക്ക് കയറ്റാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത് എയർപോർട്ടിൽ ഓടുന്ന VIP വണ്ടിയാ. വണ്ടിയിൽ അഴുക്കാവും. சிங்க நடை போட்டு சிகரத்தில் ஏறி. വണ്ടി ഇടറാ. നിർത്ത. നീ ആ കടയിൽ ചെന്ന് എനിക്കൊരു പാൻസ് ഷർട്ടും വാങ്ങി. അയ്യോ, എന്റെ ജോലി വണ്ടി ഓടിക്കാന്നുള്ളത് മാത്രമാണ്. ആ കടയിൽ പോയി എനിക്ക് പാൻസ് ഷർട്ടും വാങ്ങിക്കാൻ നിനക്ക് എന്ത് കൂലി വേണം? ഒരു 200 എടുത്തോ. ആ, പിന്നെ ഷർട്ട് 44, പാൻസ് 38. 38 പാന്റും 44 ഷർട്ടുവാ ഈ പൈസക്കാ? ഓ, സൈസിന്റെ കാര്യം പറഞ്ഞ അടമായി. ആരംഭത്തിലെ മുട്ടിച്ചു ഇവங்களுக்கு. എടാ പരമാനന്ദം, എത്ര മണിക്കാടോ ഫംഗ്ഷൻ? ഓ, ഞാനിതാ എത്തി. മൊക്കയാണ് ഷർട്ട് പാന്റ് വാങ്ങാൻ പോരാറ്. ഇതെന്താടോ ഇത്? അവിടെ ഇതൊക്കെ ഉള്ളൂ. ഇനി വേറെ വേണമെങ്കിൽ 25 കിലോമീറ്റർ കൊണ്ട് ഓടണോ? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നീ പാകിസ്ഥാൻകാരനാണോ? അല്ല, ഒരു ഇന്ത്യക്കാരനോടുള്ള പെരുമാറ്റം കണ്ട് ചോദിച്ചതാ. രക്ഷപ്പെട്ടു. സ്വഭാവം നന്നാത്തവൻ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ കേട്ടു. ഇത് നിന്റെ ഡയറി കുറിച്ച് വെച്ചോ, ആവശ്യം വരും. പോട്ടെ. ചെല്ലേ. 4 വർഷം തുടർച്ചയായി സേഡ് ജിക്കാണ് അവാർഡ്. ഇത്തവണയും അദ്ദേഹത്തിനായിരിക്കും. അതെ. സാർ, ഇത് MTVയുടെ പ്രോഗ്രാം അല്ല, അവാർഡ് ഫംഗ്ഷൻ ആണ്. സാർ എന്താ ഈ അവിഞ്ഞ വേഷത്തില്? അതൊക്കെ പറയാം. തങ്ങി വന്നേ. വാ. ഡ്രസ് മാത്ത പോരാറ്. ബാത്റൂമിൽ കൊണ്ടുവന്നേ. അത് കേറ്. വേണ്ട സാർ. ആണക്കേടായി സാർ. എഡിറ്റർ നക്കൽ പണ്ടാரு. പരമാനന്ദം, തനിക്ക് ഈ ഡ്രസ് നന്നായി ചേരുന്നുണ്ട് കേട്ടോ. സാർ ഇട്ടപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അടുത്തതായി ഈ വർഷത്തെ ദ ബെസ്റ്റ് ബിസിനസ് മാൻ ഓഫ് കേരള അവാർഡ് പ്രഖ്യാപനമാണ്. വ്യവസായ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് തിളക്കമാർന്ന വിജയം നേടി കഴിഞ്ഞ കുറെ വർഷങ്ങളായി ബിസിനസ് മാൻ ഓഫ് കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ രാഘവേന്ദ്ര സേഠ് ഈ വർഷവും മുന്നിൽ തന്നെയുണ്ട്. എങ്കിലും ചുരുങ്ങിയ കാലയളവിൽ ബിസിനസ് രംഗത്ത് പുതിയ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞെടുത്ത് വൻ നേട്ടങ്ങൾ കൈവരിച്ച് പുത്തൻ ഉണർവായി മാറിയിരിക്കുകയാണ് മിസ്റ്റർ രമേഷ് പ്രസാദ്. മിസ്റ്റർ രമേഷ് പ്രസാദിനെ ബിസിനസ് മാൻ ഓഫ് കേരളയായി കമ്മിറ്റി ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തിരിക്കുന്നു. മിസ്റ്റർ രമേഷ് പ്രസാദിനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു.
ஆஹா இவர் தான்டா நம்ம காம்படிட்டரா வர போறாரு. അവാർഡ് ഓ നൽകുന്നതിനായി പൊണ്ണ് ജേതാവ് പൊണ്ണുക്ക് ശ്രീ മാപ്പിളയാ രാഘവേന്ദ്ര സേഠിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ம் ப்ராப்ளம் താങ്ക് യു. ஓகே கேஸ் நம்ம பார்ட் 2 இதோட ஸ்டார்ட் பண்ணிக்கலாம். மீண்டும் பார்ட் 3 சந்திப்போம். நன்றி, வணக்கம். பாய்.